തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സ്റ്റുഡൻസ് സ്ഥിരമായിട്ട് എന്നോട് പറയുന്ന ഒരു ഇഷ്യൂ മറന്നു പോവുക, പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവുക. കാരണം ഒരുപാട് പത്തും 20 പഠിക്കാനുള്ളത്. ഹലോ, ഓഡിബിൾ ആണോ? ചെറുതായിട്ടൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വന്നതാണ്. ഞാൻ സ്ക്രീൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സമീഹ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്, നമ്മൾ പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. അപ്പൊ നമ്മൾ എല്ലാവരും എബിൻഗോസിന്റെ ഫൊഗറ്റിംഗ് കർവ് പഠിച്ചു കാണും. എന്താണ് അദ്ദേഹം ചെയ്യുന്ന എക്സ്പെരിമെന്റ്, എങ്ങനെയാണ് മെമ്മറിയും ഫൊഗറ്റിങ്ങിനെയും ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അദ്ദേഹം വേൾഡിനോട് ഷെയർ ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? നമ്മൾ പഠിച്ച ഉടനെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മറക്കുന്നത് എപ്പോഴാണ്? ആദ്യത്തെ 20 മിനിറ്റിലാണ് നമ്മൾ 40% കാര്യങ്ങൾ മറക്കുന്നത്. ആൻഡ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ പഠിച്ചതിന്റെ ഏതാനും 67% മറന്നു പോകുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്, നമ്മൾ ഇന്ന് പഠിക്കുന്നു എന്നിട്ട് നമ്മളൊരു അടുത്ത ആഴ്ചയോ മറ്റോ അതൊന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. കാരണം നമ്മൾ പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മയില്ല, അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മറന്നുപോയി കഴിഞ്ഞു, എപ്പോഴോ മറന്നു. 2 ദിവസം കഴിയുമ്പോഴേക്കും ഏതാനും 72 മുതൽ 75% ലോസ്റ്റ് ആയി. അപ്പൊ അതിന് നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷെ ഇത് ഇങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനിലെ പ്രോസസ്സിങ് ഇങ്ങനെയാണ് നടക്കുന്നത്, മെമ്മറിയുടെ പ്രോസസ്സിങ് ഇങ്ങനെയാണ്. അത് നമ്മൾ എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഫർമേഷൻ, നമുക്കറിയുന്ന ഈ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ. അത് എബിൻഗോസ് തന്നെ അതിന്റെ സൊല്യൂഷനും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക, ചെറിയ ചെറിയ ഇന്റർവെല് വെക്കുക, എന്നിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അത് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക.
നമുക്കറിയാം ഒരുപാട് പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതാനും 20 യൂണിറ്റോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഈ പഠിച്ച കാര്യങ്ങളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എന്നിട്ട് മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. അല്ലേ? നമുക്ക് ഒരു പഠിച്ച കാര്യം ഓർത്തെടുത്ത് എക്സാമിന് എഴുതാൻ പറ്റാത്ത ഒരു നഷ്ടബോധം എത്രമാത്രമാണ്. പുതിയൊരു കാര്യം നമ്മൾ ഒട്ടും പഠിക്കാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് അത്ര തന്നെ പെയിൻ തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റിവ്യൂവിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ അവിടെ തന്നെ നിർത്താനായിട്ട് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന്റെ സയന്റിഫിക് പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെല്ലാവരും അത് പഠിക്കുന്നതുമാണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ DK കുറയും ആൻഡ് നമ്മുടെ മെമ്മറി ട്രേസുകൾ സ്ട്രെങ്തൻ ചെയ്യും. അപ്പൊ എന്താണ്, അത് മറന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഓക്കെ. ഇനി മറ്റൊരു പ്രശ്നമാണ് ഇന്റർഫിയറൻസ്. അല്ലെ, നമ്മൾ ഇന്റർഫിയറൻസ് തിയറി പഠിക്കുന്നുണ്ട് ഫൊഗറ്റിംഗിൽ. എന്തൊക്കെ തരം ഇന്റർഫിയറൻസ് ആണ് നമുക്ക് സാധാരണ സംഭവിക്കാറ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഒപ്പം തിയറിയും കൂടെ കവർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒപ്പം. അപ്പൊ ഇന്റർഫിയറൻസ് തിയറിയിലെ 2 ടൈപ്സ് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. Retroactive and proactive. യെസ്, പ്രോ ആക്റ്റീവ് ആൻഡ് റിട്രോആക്റ്റീവ്. അപ്പൊ ഈ പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് പറയുന്നത് എന്താണ് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യം ഓർത്തെടുക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? നമ്മൾ പഠിച്ച ഒരു കാര്യം കാരണം നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അല്ലെ? ഇതിന്റെ നേരെ വിപരീതമാണ് റിട്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുന്നു, അപ്പോൾ പഠിച്ച അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം ഈ ഒരു പുതിയ കാര്യം കൊണ്ട് മറന്നു പോവാണ്, അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സും കൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് നമ്മൾ അതിന് മുമ്പ് പഠിച്ചൊരു കാര്യം കാരണമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം മുൻപ് പഠിച്ചു പോയത് മറന്നു പോവുകയും ചെയ്യാം. ഇതിനെ രണ്ടിനെയും നമുക്ക് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുക ഈ ഒരു പ്രോബ്ലത്തിനെ? എഗൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവ്യൂ, നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ പഠിച്ച പഴയ കാര്യമാണെങ്കിലും പുതിയ കാര്യമാണെങ്കിലും അതിനെ ഡീപ്പ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുക. നമ്മൾ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് തിയറിയും കൂടെ പഠിക്കാറുണ്ട് മെമ്മറിയിൽ. അപ്പൊ അതും കൂടെ നമുക്ക് നമ്മുടെ പഠിത്തത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് എത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ അതിനെ എൻകോഡ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിൽ അത് പതിയുന്നു, അത്ര തന്നെ ഡിഫിക്കൽട്ട് ആണ് അതിന് മറന്നു പോകാനായിട്ട്. അല്ലേ? ഓക്കെ. സോ ആ ഒരു കാര്യം നിങ്ങളെ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്തിനാണ്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഓരോ യൂണിറ്റ് ആയിട്ട് നോക്കാം. യെസ്. അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? നമുക്ക് ഇത്രയും സിലബസ് ഉണ്ട്, നേരെ നമുക്ക് സിലബസ് പഠിച്ചങ്ങ് പോയാൽ പോരെ. പിന്നെ എക്സാമിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ്? അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓരോ തവണ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറേ പാറ്റേൺസ് ഉണ്ട് ക്വസ്റ്റ്യൻസിന്. ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഒരു 4 ഓപ്ഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആവാം. പണ്ടൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഇപ്പോൾ പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്രൊണോളജിക്കൽ ഓർഡർ, അതുപോലെ പല സ്റ്റേജസ് തന്നിട്ട് അതിനെ ഓർഡർ ആക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടെങ്കിലും ഒരുപാട് കോംപ്ലക്സ് തിങ്കിങ് ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ എക്സാമിനറുടെ മൈൻഡ് സെറ്റ് അറിയണം. നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റിനെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അറിയാനും ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ എത്ര ടൈം ഒരു ടോപ്പിക്കിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാനും കൂടെ നമ്മളെ PYQ നോക്കുന്നത് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ സൈക്കോളജിയുടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ്. അല്ലെ? അതിൽ നിന്നൊരു പാര ക്വസ്റ്റ്യൻ ഉണ്ട്. അതല്ലാണ്ട് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ടോപ്പിക്കിന് വരാറുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഏത് രീതിയിലാണ്, അതിൽ തന്നെ ഏത് കോൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു മൊമെന്റിൽ ആ ക്വസ്റ്റ്യനെ നോക്കാനും ആ പെർസെപ്ഷനിലൂടെ അതിനെ ആൻസർ ചെയ്യാനും പറ്റുക എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സെൽഫ് അസസ്മെന്റും കൂടെയാണ്
അവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ PYQ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നോട് സ്റ്റുഡൻസ് പറയുന്നതാണെങ്കിലും PYQ ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് മാം സിലബസ് കഴിഞ്ഞിട്ടില്ല, പഠിച്ചു കഴിഞ്ഞിട്ടില്ല, വീഡിയോസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നതെന്നാണ്. അപ്പൊ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യൂ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരിക്കലും ചെയ്യലുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും അതുപോലെ നമ്മുടെ സിലബസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ PYQs നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. ആ ആപ്പിലെ PYQs നമ്മൾ എടുത്തു നോക്കുക. നമുക്ക് കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതിൽ ഓരോ ടോപ്പിക് വൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അതിനെ ടോപ്പിക് വൈസ് ആയിട്ടും സബ് ടോപ്പിക് വൈസ് ആയിട്ടും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഡെഫിനിഷൻ ആണോ, എക്സാമ്പിൾ തന്നിട്ടാണോ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണം നിങ്ങൾ ഒരു ടോപ്പിക്കിനെ ഏത് രീതിയിൽ എത്ര ഡെപ്തിൽ പഠിക്കണമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈങ് ദ ഹൈ ഈൽഡ് ഏരിയാസ്. അതായത് ചില കോൺസെപ്റ്റ്സ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമുക്കൊരു കോർ റിവിഷൻ ടോപ്പിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് തവണ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അത് അത്ര ഡിഫറെന്റ് ആയിട്ടൊന്നുമല്ല ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് എന്താണ് ടൈപ്പ് 1 2 ആൻഡ് ടൈപ്പ് 2 എററിന്റെ കോൺസെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കുറെ കോർ റിവിഷൻ ടോപ്പിക്സ് കണ്ടെത്തി അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ 20 യൂണിറ്റും ഒരേ പോലെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. അപ്പൊ സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടോപ്പിക്സിനെ മെയിൻ ടോപ്പിക്സ്, മീഡിയം ടോപ്പിക്സ് ആൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എന്നിട്ട് അതിനെ റിവൈസ് ചെയ്യുന്നതിലെ ഫ്രീക്വൻസി കൺസിഡർ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറച്ചധികം ഫ്രീക്വൻസി കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യുക. മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് ഇതിനേക്കാളും കുറച്ച് താഴെ, ആൻഡ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ നോക്കുക, പക്ഷെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല. ആൻഡ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒരു റീകോൾ ചെയ്യുന്ന ഒരു എക്സാം അല്ല, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് മേ ബി അത് റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഈ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആയി പോകുന്നത് എക്സാമിന്റെ ഒരു സമയത്ത്, ഓപ്ഷൻസ് കാണുന്ന സമയത്ത്. അപ്പൊ അതിനെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മാപ്പ് ക്വസ്റ്റ്യൻസ് ടു ദ കോൺസെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു കോൺസെപ്റ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഒരു തിയറി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തിയറിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, മേ ബി ഒരു തവണ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ഇത് ഏത് തിയറി ആണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേറൊരു തവണ ഈ തിയറിയുടെ പേര് തന്നിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു തിയറി ബേസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആ തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ, ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഇത് ഏത് തിയറി ആണെന്ന് ചോദിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ ഒരു ക്വസ്റ്റ്യന് ചോദിക്കാം. അപ്പോൾ നിങ്ങളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ എല്ലാം ആൻസർ ചെയ്യാൻ നിങ്ങൾ റെഡി ആണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ ആയിരിക്കും എന്നും കൂടെ ആലോചിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പഠിക്കുക. ആൻഡ് അത് നിങ്ങൾ ആ ക്വസ്റ്റ്യനിലും കൂടെ കണ്ടെത്തുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു PYQ ട്രാക്കർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ യൂണിറ്റും പഠിച്ചിട്ടായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ നെറ്റോ JRF ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ ഏറ്റവും കൂടുതൽ PYQ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. PG ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നെറ്റ് ക്രാക്ക് ചെയ്യുന്നത് സിലബസ് ഫുള്ള് കവർ ചെയ്യുന്നതുകൊണ്ടല്ല, അവർക്കൊരു ബേസിക്സ് ഉണ്ട്. കാരണം അവർ എക്സാംസ് എഴുതുന്നുണ്ട്, ഓൾറെഡി കഴിഞ്ഞ സെമ്മിലൊക്കെ മറന്നുപോയി എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെയോ ഉണ്ട്. പക്ഷെ അവർ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് സ്കോർ ചെയ്യാനും നെറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് PYQs. യൂസ് PYQs ആസ് ആക്റ്റീവ് റീകോൾ ടൂൾസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചിലപ്പോൾ റിവൈസ് ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുക, വീണ്ടും അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മടുപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിന് പകരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് PYQs എടുത്തിട്ട് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ ഒരു തിയറി, ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക, ആ തിയറിയെ പറ്റി നിങ്ങൾ എന്തൊക്കെ
ആ ക്വസ്റ്റ്യനിൽ ചോദിക്കാത്ത എന്തൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ തിയറി പറ്റി അറിയാം എന്ന് ആലോചിക്കാം. എന്നിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയുന്ന ഫുൾ ഇൻഫർമേഷൻ അവിടെ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് നോക്കി വായിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഒരു സ്ക്രീനിന് മുന്നിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ പഠിച്ച ഇൻഫർമേഷൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രമാണ് ചിലപ്പോൾ ആ കാര്യം അത്ര തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ, ആ ഓപ്ഷൻസ് കണ്ടിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ, ഇതുവരെ ഇല്ലാന്ന് വിചാരിച്ച എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാകുന്നു. സോ അതുകൊണ്ട് തന്നെ PYQ യൂസ് ചെയ്തിട്ട് റീകോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഫുൾ കോൺഫിഡൻസോടെ ഇരിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ നമ്മൾ പതറിപ്പോകും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന അത് നമുക്ക് കണ്ടെത്തി അവിടെ തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് PYQ ആക്റ്റീവ് റീകോൾ ടൂൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റിവിഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കോൺസെപ്റ്റ് പഠിച്ച് എല്ലാം സെറ്റായി, ഇനി ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസി കോൺസെപ്റ്റ്, മീഡിയം ഫ്രീക്വൻസി കോൺസെപ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആദ്യത്തെ 2 വീക്സിൽ ഏറ്റവും ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ നിങ്ങൾ ഈ മിക്സ്ഡ് ഫ്രീക്വൻസിയിലും മീഡിയം ഫ്രീക്വൻസിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്. ഫൈനൽ ഒരു വീക്ക് ആകുമ്പോഴേക്കും നിങ്ങൾ ഫുൾ ലെങ്ത്തിൽ PYQ പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കണം. കാരണം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നോക്കുന്ന സമയത്തുള്ള പോലെയല്ല ഒരു ടോപ്പിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു PYQ. കാരണം അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഞാനിപ്പോൾ മെമ്മറി പഠിച്ചു, ഞാനിപ്പോൾ മെമ്മറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അങ്ങനെയല്ല നമ്മളൊരു മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഏത് ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആ കാര്യം സെർച്ച് ചെയ്ത് ആ കോൺസെപ്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യണം. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് നമ്മുടെ എക്സാം ഹാളിൽ നടക്കാൻ പോകുന്നത്. അപ്പം അത് തന്നെ നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒന്നല്ല, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ്മെന്റ് വർക്ക് ആവുന്നത്. ചിലർക്ക് സൈക്കോളജി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് പേപ്പർ 1ലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം. ചിലർക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫില്ല് ചെയ്ത് പോയിട്ട് പിന്നെ പേപ്പർ 1ലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എളുപ്പം. എങ്ങനെയാണ് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ വർക്ക് ഔട്ട് ചെയ്ത് നോക്കണം. ചിലർ പറയും അവർക്ക് ഇങ്ങനെയാണ് വർക്ക് ആയത്. ചിലപ്പോൾ നിങ്ങളത് ഹാളിൽ പോയിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ആ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യനിൽ തന്നെ ഇരുന്ന് പോകും ഒരു അരമണിക്കൂർ. അത് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. അതിന് പകരം നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ മേ ബി ഒരു 10-20 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയാലും ഇല്ലെങ്കിലും ആ 10 മാർക്കേ നിങ്ങൾക്ക് അവിടെ നഷ്ടമാവുന്നുള്ളൂ. മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം സേഫ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമ്മൾ ഹാർഡായിട്ട് ഇങ്ങനെ എല്ലാം അരിച്ചു പെറുക്കി എല്ലാ സിലബസിലും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനേക്കാളും അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സ്മാർട്ടായിട്ട് ലേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ PYQs നോക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നോക്കുക, അതിൽ നിന്ന് നമുക്ക് പല ക്ലൂസ് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഈ രീതിയിലാണ് ചോദിക്കുന്നത്. ചില യൂണിറ്റ്സ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ അറ്റൻഷൻ പെർസെപ്ഷൻ അല്ലെങ്കിൽ ലേണിംഗ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് എന്നെല്ലാം കറക്റ്റ് കോൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് വരാറ്. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എല്ലാം തിയറീസ് മാത്രമാണ് ചോദിക്കുക. നമ്മൾ എന്താണോ സിലബസ് നോക്കി പഠിച്ചിട്ടുള്ളത് അത് മാത്രമാണ് ചോദിക്കുക. പക്ഷെ അതേസമയം റിസർച്ചോ അല്ലെങ്കിൽ ബയോളജിക്കൽ ബേസിസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, തിയറി നമുക്ക് സ്ട്രോങ് ആക്കാൻ കഴിഞ്ഞാൽ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? യൂണിറ്റ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്സും നോക്കുകയാണ്. നമ്മൾ ടോപ്പിക്സ് നോക്കുക മാത്രമല്ല ചെയ്യുന്നത്, കുറച്ച് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയും നമുക്ക് കുറച്ച് ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുകയും ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ആദ്യം റിസർച്ച് മെത്തഡോളജി, ഞാനിത് ഡിസെൻഡിങ് ഓർഡറിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിലബസിൻ്റെ ഓർഡറിലല്ല, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റിൽ നിന്ന് ഡിക്രീസിങ് ഓർഡറിലേക്ക് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ എന്താണ്, റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 17 × 2 34. 100 ക്വസ്റ്റ്യനിൽ 34 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 34% ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ യൂണിറ്റ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ സബ് ടോപ്പിക്സ് ആയി വന്നിരിക്കുന്നത് റിസർച്ച് എത്തിക്സ്,
റിസർച്ച് എത്തിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഡീബ്രീഫിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. എപ്പോഴാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് എടുക്കുക, എപ്പോഴാണ് ക്വാണ്ടിറ്റേറ്റീവ് എടുക്കുക, എന്ത് രീതിയിലുള്ള സ്റ്റഡിയാണ് ക്വാളിറ്റേറ്റീവ്, എന്ത് രീതിയിലുള്ള സ്റ്റഡിയാണ് ക്വാണ്ടിറ്റേറ്റീവ്. പിന്നെ റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ്റെ ടൈപ്സ്. നമുക്കറിയാം കോറിലേഷൻ പലതരം ടൈപ്സ് ഉണ്ട്. കണ്ടിന്യൂസ് ആണോ ഡേറ്റ, ഡൈക്കോട്ടമസ് ആണോ, ഒന്ന് കണ്ടിന്യൂസും മറ്റൊന്ന് ഡൈക്കോട്ടമസും ആണോ, അതിലൊരെണ്ണം ആർട്ടിഫിഷ്യൽ ആണോ റിയൽ ആണോ എന്നുള്ളതെല്ലാം ബേസ് ചെയ്ത് നമുക്ക് കോറിലേഷനെ പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിച്ച് കാണാറുണ്ട് കോറിലേഷനെ ബേസ് ചെയ്തിട്ട്. പിന്നെ റിഗ്രഷനും ഇതുപോലെ കോറിലേഷൻ്റെ ഒരു ടൈപ്പാണ് റിഗ്രഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ പല ടൈപ്സും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾസും ഫാക്ടേഴ്സും ഫോർമുലയും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് റിഗ്രഷൻ എന്നൊരു കോൺസെപ്റ്റ് ബേസ് ചെയ്ത് പറയുന്ന സമയത്ത്. പിന്നെ വരുന്നത് സാമ്പിളിംഗ് മെത്തേഡ്സ്. ഇപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ്സിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. ആൻഡ് അതിൻ്റെ അണ്ടറിൽ പലതരം സാമ്പിളിംഗ് ടൈപ്സ് വരുന്നുണ്ട്. ആൻഡ് അത് ഓരോന്നും എന്താണ് അതിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഈ സ്റ്റഡി നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തു, എന്തുകൊണ്ട് മറ്റൊരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം സാമ്പിളിംഗ് മെത്തേഡ്സ് പഠിക്കാൻ. പിന്നെ ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഒരു പരിധി വരെ ആൻസർ ചെയ്യാൻ പറ്റും. അവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് പ്ലജറിസം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ പഠിക്കുന്നതിൻ്റെ തന്നെ കുറച്ച് ലെസ് ഇൻറ്റൻസ് വേർഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ അവിടെ പാരലൽ ആയിട്ട് പേപ്പർ 1 ഒരു യൂണിറ്റും കൂടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. അപ്പോൾ നമുക്കറിയാം 4 സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ടും എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് തരുമല്ലോ, അപ്പോൾ അതിൽ ഡേറ്റ കൊടുത്തിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെയും ക്വസ്റ്റ്യൻസ് വരാം. എന്ത് ഡേറ്റയാണ് ഉള്ളത് എന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസ് അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ട്, ഫാക്ടർ എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ഡെവലപ്മെന്റിന്റെ സീക്വൻസ് ആണ്. നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു സീക്വൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വേറെ നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇത്തിരി ഒരു ലോജിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ടെസ്റ്റ് ഡെവലപ്മെന്റ് സീക്വൻസിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് ഐറ്റം അനാലിസിസ്. ഐറ്റം അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐറ്റം ഡിഫിക്കൽട്ടിയും ഡിസ്ക്രിമിനേഷനും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ പോസിറ്റിവിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അൻകോവയുടെ അസംഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു പാരാമെട്രിക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിലും അവിടെ കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് തന്നെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡീസ്. എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ട് റിസർച്ചിൽ പഠിച്ചു കാണില്ല, പക്ഷെ എപ്പിഡെമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അത് വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് ജസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നമ്മുടെ പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. എസ്പെഷ്യലി എക്സാമ്പിൾ തരുന്ന സമയത്ത് ഇത് നോമിനൽ ആണോ ഓർഡിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അത് നമുക്ക് ഇന്നിവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോമിനൽ സ്കെയിലിനെ പറ്റിയാണ് പറയുന്നത്. നോമിനൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നെയിം. ആ നെയിം ബേസിസിൽ മാത്രം കാറ്റഗറൈസ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന ഡേറ്റയാണ് നോമിനൽ ഡേറ്റ. അതിന് പ്രത്യേകിച്ച് ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഒരു ഗ്രൂപ്പിനെ എടുത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആക്കി കഴിഞ്ഞാൽ അതൊരു നോമിനൽ ഡേറ്റ ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ, ഫീമെയിൽ, അതർ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും മെയിൽ 1 ആണ് അല്ലെങ്കിൽ മെയിൽ 2 ആണ് എന്ന് പറഞ്ഞ ഒരു റാങ്ക് ഓർഡർ ഇവിടെ വരുന്നില്ല. നമുക്ക് റാൻഡം ആയിട്ട് മെയിലിനെ 1 ആക്കാനും ഫീമെയിലിനെ 1 ആക്കാനും ഒക്കെ പറ്റും. ഇതേപോലെ തന്നെയാണ് റിലീജിയനെയും നമുക്ക് ഇതുപോലെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കുറെ ഗ്രൂപ്പ്സ് ആയി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും.
അതുപോലെ വരുന്ന മറ്റൊന്നാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതും മറ്റ് സ്കെയിലുമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇത് ക്ലിയർ ആവുന്നത്. അതിനായിട്ട് നമുക്ക് ഓർഡിനൽ ഡേറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഓർഡർ എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ പോലെ തന്നെ റേറ്റിംഗ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ലെവൽ പറയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് പറയുകയാണെങ്കിലൊക്കെ അവിടെ ഓർഡർ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് അനുസരിച്ച് നമ്മൾ അവരെ റാങ്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഒരു ഓർഡർ വരുന്നുണ്ട്. നമുക്ക് റാൻഡം ആയിട്ട് ഏതൊരാളെയും 1 2 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്കോർ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന റാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിനൊരു ഓർഡർ ഉണ്ട്. സോ ഓർഡർ മാറ്റേഴ്സ് ഇൻ ഓർഡിനൽ സ്കെയിൽ. നെക്സ്റ്റ് വരുന്നത് ഇന്റർവൽ സ്കെയിലാണ്. ഇന്റർവൽ സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള ഇന്റർവൽസ് ഉണ്ടാവും, ഈക്വൽ ഇന്റർവൽസ് ആവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോമിനലിൽ ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ സ്കോർ ആണ് നോക്കുന്നതെങ്കിൽ അവിടെ ഒരു ഓർഡർ ഉണ്ട്. പക്ഷെ മേ ബി ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് 49 ആയിരിക്കും മാർക്ക്, രണ്ടാമത്തെ റാങ്കിലുള്ള ആൾക്ക് 48 ആവാം, പിന്നെ വരുന്ന തേർഡ് റാങ്കിലുള്ള ആൾക്ക് ചിലപ്പോൾ 40 ആവാം. അവിടെ ഈക്വൽ ഇന്റർവൽ അല്ല വരുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവൽ സ്കെയിലിൽ നമുക്ക് ഈക്വൽ ഇന്റർവൽ തന്നെ കാണാൻ പറ്റും. അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്, അതുപോലെ IQ സ്കോർസ്. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സീറോയ്ക്ക് സീറോയുടെ തന്നെ വാല്യൂ അല്ല ഉള്ളത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ സീറോയ്ക്ക് ഒരു റോൾ ഉണ്ട്. എന്താണ് സീറോ ഡിനോട്ട് ചെയ്യുന്നത്? അവിടെ ഒന്നും ഇല്ല, ശൂന്യതയാണ് കാണിക്കുന്നത്. പക്ഷെ ടെമ്പറേച്ചറിന്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ 0°C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അർത്ഥമുണ്ട് അല്ലേ? നമുക്കറിയാം അത് എത്രയോ ഒരു ലെവൽ ഓഫ് ടെമ്പറേച്ചർ ആണ്. അല്ലെങ്കിൽ IQ സ്കോർ ആണെങ്കിലും 0 എന്ന് പറയുന്ന സമയത്ത് അവിടെ അതിനൊരു വാല്യൂ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ടൈം 24 hours ക്ലോക്ക് നോക്കുകയാണെങ്കിൽ ടൈം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 12 o'clock ആണ്. അവിടെ വാല്യൂ ഇല്ലായ്മയല്ല വരുന്നത്, ആ സീറോയ്ക്ക് ഒരു പ്രത്യേക വാല്യൂ അവിടെ വരുന്നുണ്ട്. സീറോയുടെ സാധാരണ വാല്യൂയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനിങ് ആണ് ഇന്റർവൽ സ്കെയിലിൽ സീറോയ്ക്ക് ഉള്ളത്. ഓക്കെ, അത് അതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി റേഷ്യോ സ്കെയിലിൽ നേരെ വിപരീതമാണ്. ഇവിടെ ഒരു ട്രൂ സീറോ ആണുള്ളത്. സീറോയുടെ യഥാർത്ഥ അർത്ഥം എന്താണോ അത് തന്നെയാണ് സീറോയ്ക്ക് ഇവിടെ ഉള്ളത്. അത് നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത് കിലോഗ്രാംസിൽ വരുന്ന വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ റിയാക്ഷൻ ടൈം. ഇവിടെ എല്ലാം സീറോ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സീറോ ആണ്, ഒരു ടൈമും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റോങ് ആയിരുന്നു, ഒരു കറക്റ്റ് ആൻസർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സീറോയുടെ യഥാർത്ഥ മീനിങ് അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒരു സമ്മറി പോലെ നോക്കാം. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 4 സ്കെയിൽസും വരുന്നത്. അതായത് നോമിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കാറ്റഗറൈസേഷൻ മാത്രമാണ് നടക്കുന്നത്. ഓർഡിനൽ എന്ന് വരുമ്പോൾ കാറ്റഗറൈസേഷൻ പ്ലസ് റാങ്ക് വരുന്നുണ്ട്. ഇന്റർവൽ എന്ന് പറയുമ്പോൾ കാറ്റഗറൈസേഷൻ, റാങ്ക് ആൻഡ് ഈക്വൽ ഇന്റർവൽസ് വരുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു ആർബിട്രറി സീറോ ആണുള്ളത്. റേഷ്യോ വരുന്ന സമയത്ത് അവിടെ കാറ്റഗറൈസേഷൻ, റാങ്ക്, ഈക്വൽ ഇന്റർവൽ പ്ലസ് ഒരു ട്രൂ സീറോ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സ്കെയിൽസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാവർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ദാറ്റ് മേക്സ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഡിഫറെന്റ് ഫ്രം വൺ അനദർ? യെസ്, നിങ്ങളെല്ലാവരും ആൻസർ ചെയ്ത പോലെ തന്നെ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ഈക്വൽ ഇന്റർവൽസ് ഉണ്ടായിരുന്നു, ആബ്സല്യൂട്ട് സീറോ ഒരു സ്കെയിലിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരും. പക്ഷെ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിലില്ല. യെസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാമ്പിളിംഗ്. അപ്പൊ സാമ്പിളിംഗിൽ തന്നെ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഉണ്ട്. ഇതിലെല്ലാവർക്കും മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററുമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അപ്പൊ ആ ഒരു ഡൗട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ തീർത്തിട്ട് പോവാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ അണ്ടറിൽ സിമ്പിൾ, സ്ട്രാറ്റിഫൈഡ്, സിസ്റ്റമാറ്റിക് ആൻഡ് ക്ലസ്റ്റർ. നോൺ പ്രോബബിലിറ്റിയിൽ
പേർപ്പസീവ്, കോട്ട, സ്നോബോൾ ആൻഡ് കൺവീനിയൻസ്. ഈ കൺവീനിയൻസിന്റെ അല്ല, പേർപ്പസീവിന്റെ തന്നെ മറ്റൊരു പേരാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. ഇതിൽ സെപ്പറേറ്റ് ആയി കൊടുത്തെങ്കിലും ആക്ച്വലി പേർപ്പസീവിന്റെ മറ്റൊരു നെയിം ആണ് ജഡ്ജ്മെന്റ്. ആൻഡ് കൺവീനിയൻസിന്റെ മറ്റൊരു നെയിം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും അന്നേരം കൊണ്ട് സാമ്പിളിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം സെലക്ടഡ് ആവാൻ. അതാണ് പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിലെ തന്നെ ഏറ്റവും സിമ്പിൾ എന്ന് പേരുണ്ടെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഡ്രോയിങ് 50 സ്റ്റുഡന്റ് നെയിംസ് റാൻഡംലി ഫ്രം എ സ്കൂൾ രജിസ്റ്റർ ഓഫ് 500 സ്റ്റുഡൻസ്. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഈ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവിടെയുള്ള 500 കുട്ടികളുടെയും ഡേറ്റ, സ്കൂൾ രജിസ്റ്ററിലുള്ള അവരുടെ ഡേറ്റ നമുക്കുണ്ടാവുകയും അതിൽ നിന്ന് നമ്മൾ 50 പേരെ പിക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. കാരണം അവിടെ 500 പേരിൽ ആർക്ക് വേണമെങ്കിലും സെലക്ടഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. യെസ്, അമേസ് റൈറ്റ്. അപ്പൊ നമ്മുടെ ഞാൻ ചോദിച്ചിരുന്നു എന്താണ് കൺവീനിയൻസ് സാമ്പിളിംഗിന്റെ മറ്റൊരു പേര് എന്നുള്ളത്. ആക്സിഡന്റൽ ഓർ ഹെഫസാർഡ് സാമ്പിളിംഗ് ആണ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടൈപ്പ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അപ്പൊ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ തന്നെ കുറച്ചൊരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ സൈസ് എത്രയാന്ന് നോക്കുക. അപ്പൊ അത് മേ ബി ഒരു 100 ആണ്. നമുക്ക് വേണ്ടത് 10 സാമ്പിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ദ സാമ്പിൾ സൈസ് ചെയ്യാം. അപ്പൊ എത്രയാവും കിട്ടുക? 100 ഡിവൈഡഡ് ബൈ 10. അപ്പൊ 10 കിട്ടും. അതിന്റെ അർത്ഥം ഓരോ 10 ആളുകളിൽ നിന്നും നമ്മൾ ഒരാളെ പിക്ക് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? നമുക്ക് 10ന്റെ 10 ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ ആദ്യത്തെ 10 ഗ്രൂപ്പിൽ നിന്ന് 10 ആളുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യണം, ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യണം. അങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത്. ആ ആദ്യത്തെ നമ്പർ നമ്മൾ ഇതേപോലെ റാൻഡം സാമ്പിളിംഗിൽ ചെയ്യുന്ന പോലെ ഒരു ലോട്ട് ഇട്ടിട്ടോ ഒരു മെഷീൻ സെലക്ഷൻ മെഷീൻ വെച്ചിട്ടോ പിക്ക് ചെയ്യും. ഓക്കെ, അത് മേ ബി 3 ആണെന്ന് വിചാരിക്കും. നമുക്ക് ആദ്യം കിട്ടിയ നമ്പർ റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് കിട്ടിയ നമ്പർ 3 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ലോട്ട് ഇടുന്ന സമയത്ത് 1 to 10 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ അല്ല, ഓരോ 10th പേഴ്സൺ അല്ല, നമ്മൾ ഇപ്പൊ ഈ 3 വെച്ചിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ 3 എന്നുള്ള നമ്പർ കിട്ടി. അപ്പൊ നമ്മൾ 1 to 10 നമ്പേഴ്സ് മാത്രമാണ് ലോട്ടിൽ എഴുതിയിട്ടുണ്ടാവുക. തേർഡ് പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്തു, 3 ആണ് നമുക്ക് നമ്പർ കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3യിൽ നിന്ന് 10th പേഴ്സണെ സെലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ 3 + 10 13, 13 + 10 23, 23 + 10 33. അങ്ങനെ ആ ഓരോ 10th പേഴ്സണെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 10th പേഴ്സൺ എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ആദ്യത്തെ പേഴ്സണെ നമ്മൾ റാൻഡം ആയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത നമ്പേഴ്സ് എല്ലാം വരുന്നത്. 4 ആണ് കിട്ടിയെങ്കിൽ 14, 24, 34 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് വർക്ക് ആവുന്നത്. ഇനി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിനെ, ഒരു പോപ്പുലേഷനെ പലതരം ഗ്രൂപ്പ്സ് ആക്കും. അപ്പോൾ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ആവശ്യമുണ്ട്, ഓരോ ഗ്രൂപ്പിലുള്ള ആള് ഈക്വൽ റെപ്രസെന്റേഷൻ ഉണ്ടാവണമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡേറ്റ എടുക്കുന്ന സമയത്ത് അവിടെ മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളുണ്ട്, മാരീഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, മാരീഡ് അല്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെ പലതരം പോപ്പുലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്, പുവർ ആയിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം കറക്റ്റ് ആ പോപ്പുലേഷനിലുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റേഷ്യോ തന്നെ നമ്മുടെ സാമ്പിളിലും ഉണ്ടെന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഇതിനെ സ്ട്രേറ്റകളായിട്ട് തിരിക്കുന്നത്. എന്നിട്ട് ഈ സ്ട്രേറ്റയിൽ നിന്ന് നമ്മൾ ഓരോ സ്ട്രേറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ആളുകളെ എടുക്കും. എല്ലാ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ ആളെടുക്കും. നമുക്കൊരു 100 പേരാണ് വേണ്ടെങ്കിൽ ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ 10 ആളുകളെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യുക. ഒരു സ്ട്രാറ്റ പോലും നമ്മൾ എടുക്കാതെ വിടുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. കാരണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു പോപ്പുലേഷൻ എടുക്കുന്നത് കേരള ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കേരളത്തിനെ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോ ഈ ഡിസ്ട്രിക്ട്സിന്റെ എല്ലാം ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെ ഒരു 5 ഡിസ്ട്രിക്ട്സ് മാത്രം റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ റാൻഡമായി സെലക്ട് ചെയ്തിട്ടുള്ള 5 ഡിസ്ട്രിക്ട്സിലെ എല്ലാ ആളുകളിൽ നിന്നും നമ്മൾ ഡേറ്റ എടുക്കുകയാണ്. ബാക്കി നമ്മൾ ചൂസ് ചെയ്യാത്ത ഡിസ്ട്രിക്ട്സിലൊന്നും നമ്മൾ പോകുന്നേ ഇല്ല. അതാണ് ക്ലസ്റ്റർ സാമ്പിൾ. മറ്റേതിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ എടുത്തിരുന്നു.
ആൻഡ് അത് സ്ട്രേറ്റ് ആയിട്ടാണ് അവരെ ഡിവൈഡ് ചെയ്യുന്നത്. അതൊരു ഹോമോജനസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിട്ടായിരുന്നു നമ്മൾ അവരെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഹെറ്ററോജനസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഫുൾ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കും സ്ട്രാറ്റിഫൈഡ് ആൻഡ് ക്ലസ്റ്റർ തമ്മിൽ മാറിപ്പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഇനി നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ റിസർച്ചിൽ ചെയ്യുന്ന, നമ്മൾ ഡിഗ്രിക്കോ പി ജിക്കോ ഒക്കെ ചെയ്യുന്ന ഡേറ്റ എല്ലാം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. നമ്മൾ ഒരിക്കലും പോപ്പുലേഷൻ്റെ ഒരു ഫുൾ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടാകും. നമ്മൾ കാര്യം ചിലപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനൊക്കെ തട്ടി വിടുന്നുണ്ടാവുമെങ്കിലും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ്. കാരണം നമ്മുടെ പോപ്പുലേഷനായി കൺസിഡർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈക്വൽ ചാൻസ് കിട്ടുന്നില്ല സെലക്റ്റഡ് ആവാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആവും. കൺവീനിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോളേജ് സ്റ്റുഡൻസിലാണ് സ്റ്റഡി നടത്തുന്നതെങ്കിൽ ഞാൻ എൻ്റെ കോളേജിലെ കുട്ടികളിൽ നിന്ന് തന്നെ ഡേറ്റ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ കോളേജിൻ്റെ അടുത്ത് വേറൊരു കോളേജും കൂടെ ഉണ്ട്, അവിടെ കൂടെ പോയി ഡേറ്റ കളക്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കൺവീനിയൻസിന് ഞാൻ അവിടെ ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഈ ഒരു സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേർപ്പസീവ് ഓർ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ഇവിടെ ഞാൻ ജഡ്ജ്മെന്റൽ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ആളടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ റിസർച്ചിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു നല്ല ഡേറ്റ കിട്ടും. ഞാനിപ്പോൾ ഡിപ്രഷനാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഓക്കെ, ഇയാൾ ഇത്തിരി ഡിപ്രസ്ഡ് ആണ്, ഇയാൾ കുറച്ചും കൂടെ നല്ല സ്കോർ ഇയാൾക്ക് കിട്ടിയേക്കാം, ഞാൻ ഈ ഒരു സ്കെയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജഡ്ജ്മെന്റൽ ആയിട്ട് ആളുകളെ സമീപിക്കുകയും അങ്ങനെ ഡേറ്റ ഞാൻ കളക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പേർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂയിങ് ഓൺലി എക്സ്പേർട്ട് സൈക്കോളജിസ്റ്റ് ഫോർ എ സ്റ്റഡി ഓൺ തെറപ്പി പ്രാക്ടീസസ്. അപ്പോൾ സൈക്കോളജിസ്റ്റുകളെ മാത്രം നമ്മൾ, എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ മാത്രം നമ്മൾ പേർപ്പസീവ് ആയിട്ട് ചൂസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വരുന്നത് ക്വോട്ട സാമ്പിളിംഗ്. ക്വോട്ട എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്ട്രാറ്റിഫൈഡ് ഒരു നോൺ പ്രോബബിലിറ്റി വേർഷനാണ്. അപ്പോൾ നമ്മളിവിടെ സ്ട്രാറ്റാസ് ആക്കുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് കംപ്ലീറ്റ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മുടെ ഒരു ഏകദേശം ഒരു ധാരണ വെച്ച് നമ്മൾ കുറച്ച് സ്ട്രാറ്റാസ് ആക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ ഒരു ഈക്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന രീതിയിൽ ഡേറ്റ കളക്ട് ചെയ്യും. അപ്പോൾ ഓൾദോ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് പോസിബിൾ അല്ലെങ്കിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്വോട്ട സാമ്പിളിംഗ്. കാരണം നമ്മൾ അവിടെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി വരുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ, ഒരു ഡേറ്റ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ അവിടെ നമ്മൾ ഒരാളെ പോയി കാണുന്നു, ആ ആളുടെ അടുത്തുനിന്ന് കിട്ടുന്ന നമ്പറോ കോണ്ടാക്ട് വെച്ച് നമ്മൾ മറ്റൊരാളെ പോയി കാണുന്നു, അവർ തരുന്ന 2-3 കോണ്ടാക്ട് വെച്ച് അവരെ പോയി കാണുന്നു. അങ്ങനെ ഒരു ബോൾ പോലെ ഉരുണ്ട് പോകുന്ന ഒരു സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which principle of research ethics emphasize the importance of disclosing the true nature of the study to the participants after their participation? Okay, കുറച്ച് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. യെസ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താണ്? ഡീബ്രീഫിംഗ് ആണ്. ഡീബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് മേ ബി നമുക്ക് ഫുൾ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല, കാരണം അത് നമ്മുടെ സ്റ്റഡി എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അതിന് ശേഷം, സ്റ്റഡിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പാർട്ടിസിപ്പൻറ്റിനോട് എല്ലാ കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത്, ഇതാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫൈൻഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. അതാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. Okay. Next question. The large-scale attempts to identify risk factors that predict the development of certain diseases are known as. ഇതെല്ലാം നമ്മൾ ലേറ്റസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റിസ്ക് ഫാക്ടർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസീസിന്റെ ഡെവലപ്മെന്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് സ്റ്റഡിക്കാണ്? നമുക്കിത് അറിയില്ലെങ്കിൽ കൂടെ നമുക്ക് മേ ബി ഒരു ക്യാൻസലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്, എലിമിനേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ചില സമയത്ത് എല്ലാ ഓപ്ഷൻസും അറിയണം എന്നില്ല, അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ കേസ് സ്റ്റഡി എല്ലാം നമുക്കറിയാം. ക്രോസ് സെക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കുറേ ഗ്രൂപ്പ്സ് ഒരുമിച്ച് പഠിക്കുന്നതാണ്. കൊഹോർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. അപ്പോൾ എന്തായാലും എന്താണ്? എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ആണ് ഇവിടുത്തെ ആൻസർ. എപ്പിഡമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഡിസീസിന്റെ സ്റ്റഡിയാണ്.
ഡിസീസ് അക്കറൻസ്, റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് പാറ്റേൺസ് ഇൻ ലാർജ് പോപ്പുലേഷൻസ്. അതാണ് എപ്പിഡമോളജിക്കൽ സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത് അഗൈൻ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 15 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് കോഗ്നിറ്റീവ് ഡിസനൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് കോഗ്നിറ്റീവ് ഡിസനൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് പൊതുവേ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഗ്രൂപ്പ് തിങ്കും ഗ്രൂപ്പിന്റെ സ്റ്റേജസും, ഗ്രൂപ്പ് ഫോർമേഷന്റെ 5 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആൻഡ് ഗ്രൂപ്പ് തിങ്ക് എന്തുകൊണ്ടാണ് നടക്കുന്നത്, അവിടെ എന്ത് എന്തൊക്കെയാണ് ഒരു ഗ്രൂപ്പ് തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആളുകൾ എന്താണ് അവിടെ ചെയ്യാതിരിക്കുന്നത്, ഗ്രൂപ്പ് തിങ്ക് ഉണ്ടാകുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണല്ലോ. അപ്പൊ എന്താണ് ആളുകൾ അവിടെ ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അട്രിബ്യൂഷൻ, സ്റ്റീരിയോ ടൈപ്സ്, പ്രജുഡിസ്, ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സ് ആണ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന സമയത്ത്. പിന്നെ വരുന്നത് സോഷ്യൽ ഡിലമയും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും. ഇത് ഒരു ഇത്തിരി എന്താ പറയുക പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ മേ ബി സോഷ്യൽ ഡിലമയൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ സ്റ്റിഗ്മറ്റൈസേഷൻ മെക്കാനിസം, പിന്നെ ജസ്റ്റിസ് തിയറീസ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഉണ്ട്, പ്രൊസീജിയറൽ ജസ്റ്റിസും ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ജെൻഡർ ബൈസ് വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലാസ് ക്ലിഫ് ഇഫക്റ്റ്. അതെന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ അത്തരം സാഹചര്യങ്ങളിൽ അപ്പോയിന്റഡ് ആകുന്നത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാലൻസ് തിയറി, സോഷ്യൽ ഐഡന്റിറ്റി, റിലേറ്റീവ് ഡെപ്രിവേഷൻ. അവർ എക്സ്പെരിമെന്റും കൂടെ കണക്ട് ചെയ്തിട്ടാണ് റിലേറ്റീവ് ഡെപ്രിവേഷൻ തിയറി വരാറുള്ളത്. പിന്നെ വരുന്നത് നെഗോഷിയേഷന്റെ സ്റ്റേജസ് ആണ്. അത് നമുക്ക് കുറച്ച് സ്റ്റേജസ് പഠിക്കാനുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ് തിങ്ക് ഇൻക്ലൂഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഗ്രൂപ്പ് തിങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുക. ഇൻവൾണറബിലിറ്റി, സെൽഫ് ഡിസെപ്ഷൻ, ലാക്ക് ഓഫ് ഡിസഗ്രിമെന്റ്, ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ. യെസ്, നോ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ ആണ്. ആദ്യം തന്നെ എന്താണ് ഈ ഗ്രൂപ്പ് തിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പിന്റെ ഒരു കൊഹഷൻ വളരെ ഇൻക്രീസ് ആവുകയും അവർക്ക് ഒരു ഗ്രൂപ്പിനൊരു യുനാനിമിറ്റി ഉണ്ട്, അതായത് എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. ദ ഡിസയർ ഫോർ യുനാനിമിറ്റി ഓവർ റൈഡ് റിയലിസ്റ്റിക് അപ്രൈസൽ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയി ഇരിക്കുന്ന സമയത്ത് ആളുകൾക്ക് മറ്റു ഒപ്പീനിയൻസ് ആയിരിക്കും, പക്ഷെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരു കോമൺ ഒപ്പീനിയൻ വരെയും അതിനൊപ്പം പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ നമുക്ക് കുറെ ക്യാരക്ടറിസ്റ്റിക്സും വരുന്നുണ്ട്. ഇല്യൂഷൻ ഓഫ് ഇൻവൾണറബിലിറ്റി, സെൽഫ് ഡിസെപ്ഷൻ ഓഫ് സ്റ്റീരിയോടൈപ്പിംഗ് ഓഫ് ഔട്ട്സൈഡേഴ്സ്, സപ്രഷൻ ഓഫ് ഡിസെന്റ്. അതായത് അവർക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിലും അവർ ഡിസഗ്രി ചെയ്യില്ല, ഇല്ല നമ്മളെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള രീതി. ആൻഡ് ഡയറക്റ്റ് പ്രഷർ ഓൺ ഡിസെന്റേഴ്സ്. അപ്പൊ ഇതിൽ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ എന്നുള്ളതാണ് ഗ്രൂപ്പ് തിങ്കിൽ വരാത്തത്. സെൽഫ് കൺട്രോൾ കൂടുതലാണ് ആക്ച്വലി. അവർ കൺട്രോൾ ചെയ്യാണ്, അവരുടെ ഒപ്പീനിയൻസ് ഒന്നും പറയാണ്ട് അവരുടെ റെപ്രസെന്റേഷൻ അവിടെ മാർക്ക് ചെയ്യാണ്ട് സെൽഫ് കൺട്രോൾ കൂടുതലാണ് ഈ ഒരു ഗ്രൂപ്പ് തിങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഗ്രൂപ്പ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്? സ്റ്റോമിംഗ്, നോമിംഗ്, ഫോമിംഗ്, അഡ്ജോർണിംഗ് ആൻഡ് പെർഫോമിംഗ്. 5 സ്റ്റേജസ് ഉണ്ട് നമുക്കറിയാം. എന്തൊക്കെയാണ് ആദ്യം വരുന്നത്? സി ആണ് ആൻസർ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും, മെമ്പേഴ്സ് പരിചയപ്പെടാൻ തുടങ്ങും. പക്ഷെ പിന്നെ എന്താ അവിടെ ഉണ്ടാവുന്നത്, ഒരു ഇത്തിരി അടുത്ത് തുടങ്ങുമ്പോൾ അവരുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കോൺഫ്ലിക്ട്സ് വരും.
പവർ സ്ട്രഗിൾസ് ഉണ്ടാവും. ഒരാൾക്ക് ഒരാളെക്കാൾ പവർഫുൾ ആവണം എന്നുള്ള ഒരു സംഭവം വരും. ആർക്കാണ് ലീഡർ ആവേണ്ടത്, ആ ഗ്രൂപ്പ് ആവുമ്പോൾ അവിടെ ഒരു ലീഡർ ഉണ്ടാവും, ഒരു സബോർഡിനേറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ പവർ സ്ട്രഗിളും കോൺഫ്ലിക്റ്റും ഒക്കെ ആയിരിക്കും രണ്ടാമത്തെ സ്റ്റേജിൽ. പിന്നെ അവരെന്ത് ചെയ്യും, അതിനോട് പൊരുത്തപ്പെട്ട് അതിലേക്കൊന്ന് നോംഡ് ആവാൻ തുടങ്ങും. നോമിങ് ആണ് നടക്കുക. റോൾസ് ആൻഡ് റൂൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പൊ അവരതിന് യൂസ്ഡ് ആയി തുടങ്ങും. പിന്നെ അവരെന്ത് ചെയ്യും, ആ ഗ്രൂപ്പ് ഫോം ചെയ്തത് എന്തിനാണോ ആ പേർപ്പസിന് വേണ്ടി ആക്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് പെർഫോമിങ്. എഫക്റ്റീവ് വർക്ക് ബിഗിൻസ്. ലാസ്റ്റ് ആയിട്ട് അവര് ആ ഒരു ഡിസ്പേഴ്സലാണ്. ഗ്രൂപ്പ് ഡിസ്ബാൻഡ്സ് ആഫ്റ്റർ ഗോൾ ഇസ് അച്ചീവ്. ഇപ്പൊ അതൊരു ഫുട്ബോൾ ടീം ആണെങ്കിൽ അവരുടെ ഗെയിംസ് എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ പാസ് ഔട്ട് ആയി പോവാണ്. സോ അഡ്ജോർണിങ് ഹാപ്പൻസ്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് അഡ്ജോർണിങ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ. A conflict in which the most beneficial action for an individual will have harmful effects on everyone is called. ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റാളുകൾക്ക്, ആ പോപ്പുലേഷനിലുള്ള മറ്റാളുകൾക്ക് അത് ഹാംഫുൾ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ഒരു ടെൻഡൻസി, ഒരു ഫിനോമിനൻ. അതെന്താണ്? സോഷ്യൽ കോൺഫ്ലിക്റ്റ്, സോഷ്യൽ ഡിലെമ, ടിറ്റ് ഫോർ ടാറ്റ് സ്ട്രാറ്റജി ആൻഡ് ഇന്റഗ്രേറ്റീവ് സൊല്യൂഷൻ. ഇത് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കോൺസെപ്റ്റ് ആണ്. മേ ബി നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. യെസ്, സോഷ്യൽ ഡിലെമയാണ്. സോഷ്യൽ ഡിലെമ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പബ്ലിക് റിസോഴ്സസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം നമുക്കത് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. പക്ഷെ അവിടെ നമ്മൾ അത് ഓവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റാളുകൾക്ക് കിട്ടുന്നതിന്റെ അളവിലായിരിക്കും കുറവ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സന്റെ സെൽഫ് ഇൻട്രസ്റ്റ് മീറ്റ് ആവുകയും പക്ഷെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹാമിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് സോഷ്യൽ ഡിലെമ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സ്റ്റീരിയോ ടൈപ്സ്, prejudice, discrimination ആൻഡ് ടോക്കണിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ റെഫർ ടു ഹയറിംഗ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, beliefs about social groups in terms of traits they are believed to share, differential, that is usually negative behavior towards outgroups. ഓക്കെ, ഡി ആണ് ആൻസർ. ഇപ്പൊ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിലീഫാണ്. ബിലീഫ് അബൌട്ട്സ് ദ ട്രേറ്റ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെതിരെ നമുക്കുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിലീഫ് ആയിരിക്കും മോസ്റ്റ്ലി. അതിനെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. പ്രജഡിസ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, ഒരു നെഗറ്റീവ് ഫീലിംഗ്. ഇവർ ഇങ്ങനെ ആയിരിക്കും, അവർ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് പ്രജഡിസ് എന്ന് പറയുന്നത്. അതിന്റെ തോട്ടാണ് സ്റ്റീരിയോ ടൈപ്പ്. ആൻഡ് അതിന്റെ ബിഹേവിയർ ആണ് ഡിസ്ക്രിമിനേഷൻ, അൺഫെയർ ബിഹേവിയർ ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഈ പ്രജഡിസും സ്റ്റീരിയോ ടൈപ്പും ഒക്കെ നമ്മൾ ആക്ഷനിലേക്ക് വരുമ്പോഴാണ് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നത്. പിന്നെ വരുന്നത് ടോക്കണിസം, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ജസ്റ്റർ. അതായത് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു റെപ്രസെന്റേഷൻ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി, അത് കാണിക്കാൻ വേണ്ടി മേ ബി നമ്മൾ ഒരാളെ മാത്രം അതിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹയർ ചെയ്യും. സോ ദാറ്റ് അവിടെ ഇൻക്ലൂസീവ് ആണ് നമ്മൾ കാണിക്കുകയാണ്. അതിനെയാണ് ടോക്കണിസം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പറയണം നമ്മുടെ കമ്പനിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ എടുക്കും എന്ന് പറയാൻ വേണ്ടി നമ്മളൊരു ട്രാൻസ്ജെൻഡറെ അപ്പോയിന്റ് ചെയ്യാണ്, ഒരാളെ മാത്രം. സോ ദാറ്റ് നമ്മൾ ഇൻക്ലൂസീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജസ്റ്റർ ആണ്. അതാണ് ടോക്കണിസം. നമുക്ക് പെട്ടെന്ന് ബയോളജിക്കൽ ബേസിസിലെ കോൺസെപ്റ്റ്സ് നോക്കാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബ്രെയിൻ സ്ട്രക്ചറും വന്നിട്ടുണ്ടായിരുന്നു. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺസ്, 2 റീജിയൻസ് ഉണ്ട് പിറ്റ്യൂട്ടറിയുടെ, അതിനെ ബേസ് ചെയ്ത് ഓരോന്നിൽ നിന്നും വരുന്ന ഹോർമോൺസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് HPA ആക്സിസ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന HPA ആക്സിസ് ആൻഡ് കോർട്ടിസോളിന്റെ റിലീസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് എങ്ങനെയാണ് ആ ഒരു സൈക്കിൾ വരുന്നത് എന്നുള്ളത്. പിന്നെ ബ്രെയിൻ ലീഷൻ മെത്തേഡ്സ്, പലതരം മെത്തേഡ്സ് ഉണ്ട്. കെമിക്കൽ ലീഷൻ അടങ്ങുന്ന ഒരുപാട് മെത്തേഡ്സ്, മെയിൻ ആയിട്ട് കെമിക്കൽ ലീഷൻസ് ആണ് വരാറുള്ളത്. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം, ഇത്രയാണ് വന്നിട്ടുള്ളത്. ആൻഡ് സെൻസറി സിസ്റ്റം, പ്രത്യേകിച്ച് ഈ ഒരു ഹിയറിംഗ് വിഷ്വൽ പാത്വേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഹ്യൂമൻ സ്പൈനൽ കോളം ഡിവിഷൻസ് ഇൻ കറക്റ്റ് സീക്വൻസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ: thoracic, coccygeal, sacral, cervical ആൻഡ് lumbar. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട്
ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ടെക്നീക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. തൊറാസിക്, കോക്സിജിയൽ, സേക്രൽ, സെർവിക്കൽ ആൻഡ് ലംബാർ. ആർക്കും അറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക്. ഓക്കെ, ഒരാൾ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി ആണ് ആൻസർ. അപ്പോൾ ആദ്യം സെർവിക്കൽ, നമ്മൾ മുകളിൽ നിന്നാണ് പോകുന്നത്. സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സേക്രൽ ആൻഡ് കോക്സിജിയൽ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രേസ് ഓർത്ത് വയ്ക്കാം. ക്യൂട്ട് ടൈഗേഴ്സ് ലൈക്ക് സ്പൈസി കറി. ക്യൂട്ട്, എല്ലാത്തിനെയും ഓരോ വേർഡിനെയും ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് റീകോൾ ചെയ്യാനുള്ളതല്ല, റെക്കഗ്നൈസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്യൂട്ട് എന്ന് പറയുന്ന ഈ രണ്ട് ആദ്യത്തെയും അവസാനത്തെയും സീകൾ മാറിപ്പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം സെർവിക്കലാണ്, പിന്നെ കോക്സിജിയലാണ് ലാസ്റ്റ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു വേർഡിങ് കൊണ്ട് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വരുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സെൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അസറ്റൈൽ കൊളിൻ, ഡോപ്പമീൻ, സെറോട്ടോണിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. എവിടെ നിന്നാണ് ഇത് റിലീസ്ഡ് ആകുന്നത്? മേ ബി സെറോട്ടോണിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ ഡോപ്പമീനും കേട്ടിട്ടുണ്ടാവും. മറ്റുള്ളതായിരിക്കും കൺഫ്യൂഷൻ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഗസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ആൻസർ കിട്ടും. ഇതിൽ ബ്രെയിൻ റീജിയൻസ് അല്ലെങ്കിൽ സെൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലോക്കസ് കോയറലസ്, റാഫെ ന്യൂക്ലിയായി, സബ്സ്റ്റാൻഷ്യ നിഗ്ര ആൻഡ് ബേസൽ ഫോർ ബ്രെയിൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എ ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ നോറെപ്പിനെഫ്രിൻ വരുന്നത് ലോക്കസ് കോയറലസ് എന്ന് പറയുന്ന ഒരു സെല്ലിൽ നിന്നാണ്. സെറോട്ടോണിൻ റിലീസ് ചെയ്യുന്നത് റാഫെ ന്യൂക്ലിയാണ്. ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് സബ്സ്റ്റാൻഷ്യ നിഗ്രയാണ്. ആൻഡ് അസറ്റൈൽ കൊളീൻ നമ്മുടെ ഫോർ ബ്രെയിനിന്റെ ബേസൽ റീജിയണിൽ നിന്നാണ് റിലീസ്ഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ ഒപ്പം തന്നെ നമ്മുടെ ഐഫറിലെ JRF ട്രാക്ക് ബാച്ചിന്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഫറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു പേപ്പർ 1ന്റെ വെക്കേഷൻ ബാച്ചിന്റെ അഡ്മിഷനും കൂടെ ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ 1 മാത്രം നോക്കണം എന്നുള്ളവർക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ JRF ട്രാക്ക് കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് നമ്മൾ ലൈവ് സെഷൻസ് ഉണ്ടാവും, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. 1-to-1 മെന്ററിങ്, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഈ എഡു റീൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് റീൽസ് സാധാരണ ഫോണിൽ റീൽസ് കാണുന്ന പോലെ നിങ്ങളുടെ പേപ്പർ 1ലെയും സൈക്കോളജിയിലെയും എല്ലാ മെറ്റീരിയൽസ് റീൽസ് ആയിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്ന JRF ക്ലബ് ഉണ്ട്. നമ്മളൊരു 5 കൊല്ലങ്ങളിലെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്ന JRF ക്ലബാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പും കൂടെ JRF ട്രാക്ക് കോഴ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. Piaget stages and object permanence, language development and competence, moral development, PASS model of intelligence, as Apgar scale of Newborn assessment, theories of development. ഇതിൽ ഈ ന്യൂബേൺ അസസ്മെന്റിന് യൂസ് ചെയ്യുന്ന സ്കെയിലായിരിക്കും നമ്മൾ അധികം കാണാത്തത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കാണുന്ന ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ വരുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് നേച്ചർ ഓഫ് സെൽഫ്, ഉപനിഷദിക് കോൺസെപ്റ്റ്സ്, ഫെമിനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ്, മെഡിറ്റേഷൻ, ഹെൽത്ത് സൈക്കോളജി ആൻഡ് എയറോബിക് എക്സസൈസ്. ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നാം, എയറോബിക് എക്സസൈസ് ഒക്കെ. അദ്വൈത വേദാന്ത, ഹിസ്റ്റോറിക്കൽ സ്കൂൾസ്, ഇന്ത്യൻ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. പിന്നെ പേഴ്സണാലിറ്റിയിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. മെയിൻ ആയിട്ടും തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓൾപോർട്ടിന്റെ ട്രേറ്റ്സും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രൊപ്രിയം ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ഉണ്ട്, അതും ചോദിച്ചിരുന്നു. ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഉണ്ടായിരുന്നു. പിന്നെ ടാറ്റും വേർഡ് അസോസിയേഷനും പോലെയുള്ള പ്രൊജക്റ്റീവ് ടെക്നീക്സ് ഉണ്ടായിരുന്നു. MBTI മറ്റ് ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൽ വീണ്ടും അഗൈൻ 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഐറ്റം അനാലിസിസ്, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സ്, ക്രോൺബാക്ക് ആൽഫ, റിലയബിലിറ്റി, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷനിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. മോട്ടിവേഷൻ ഇമോഷൻ വേറെ വേറെ സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് രണ്ടിൽ നിന്നും ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് 6 ക്വസ്റ്റ്യൻസ്. ഡ്രൈവ് തിയറി, സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി, മോട്ടിവേഷൻ സൈക്കിൾ,
ജെയിംസ് ലാൻഡ് തിയറി ഓഫ് ഇമോഷൻ, സ്പെക്ട്രം ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വരുന്ന യൂണിറ്റ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കോൺസെപ്റ്റ് എല്ലാം വളരെ ഡയറക്റ്റ് ആണ്. ട്രൈ തിയറി ആവട്ടെ, മോട്ടിവേഷൻ സൈക്കിൾ ആവട്ടെ, ജെയിംസ് ലാൻഡ് തിയറി ഓഫ് ഇമോഷൻ ആവട്ടെ, ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ചോദിക്കാറില്ല. തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ടോപ്പിക്കിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. സിലോജിസം, മെറ്റാകോഗ്നിഷൻ, ഡൈവേർജന്റ് തിങ്കിങ്, ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി സ്റ്റേജസ്, അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു പ്രോബ്ലം സോൾവിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ലേണിംഗിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും 6 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഈ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. നമുക്ക് എപ്പോഴും മെയിൻ ആയിട്ടുള്ള കുറച്ച് ലേണിംഗ് തിയറീസ് ഉണ്ട്. ക്ലാസിക്കൽ, ഒപ്പറന്റ് ആൻഡ് ഒബ്സർവേഷണൽ. അതിൻ്റെ അണ്ടറിൽ കുറേ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. ഷെഡ്യൂൾസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ രണ്ട് ക്ലാസിക്കൽ ആൻഡ് ഒപ്പറന്റ് കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാറ്. പിന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും. അപ്പൊ അത് ഉണ്ടായിരുന്നു. തെറാപ്പീസ് ബേസ്ഡ് ഓൺ കണ്ടീഷനിങ്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ്, അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെയും തിയറി ബേസ് ചെയ്തിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ടൈപ്സ് ഓഫ് മെമ്മറി, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, മെമ്മറി മോഡൽസ്, PDP ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മെമ്മറി മോഡൽസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫോർഗെറ്റിംഗ് കർവ് ബേസ് ചെയ്തിട്ടുള്ള എബിൻഗോസിന്റെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്ത പോലെ എങ്ങനെയാണ് ഇൻഫർമേഷൻ എത്ര പെട്ടെന്നാണ്, ഏറ്റവും കൂടുതൽ ഏത് സമയത്തിലാണ് ഇൻഫർമേഷൻ ലോസ്റ്റ് ആകുന്നതെന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇന്റലിജൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പാസ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും, എല്ലാം 1 ക്വസ്റ്റ്യൻ മാത്രമായിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം തിയറി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഡയറക്റ്റ് തിയറി ഒന്നും എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് മാത്രം പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ അവസാനം നമ്മൾ മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്സിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി. അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷനിൽ ജസ്റ്റോൾഡ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോക്സിമിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇന്റർവെൻഷൻ ആൻഡ് അബ്നോർമൽ സൈക്കോളജി, അതിൽ തന്നെ സ്പെസിഫിക് ഫോബിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇമോഷനിൽ വരുന്ന സമയത്ത് തിയറീസ് ഓഫ് ഇമോഷൻ, ജെയിംസ് ലാൻഡിന്റെ തിയറീസ് ഓഫ് ഇമോഷൻ ആണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ നോക്കിയ സമയത്ത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്, വിത്ത് ദാറ്റ് വി കം ടു എൻ എൻഡ്. ഇനി ആർക്കെങ്കിലും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സിലോ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിലോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യന്റെ ബ്ലൂ പ്രിന്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണോ വരുന്നതെന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ മേ ബി 15 ക്വസ്റ്റ്യൻ എന്നുള്ളത് ചിലപ്പോൾ 16 ആവാം, 12 ആവാം. പക്ഷെ ഈ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസിന്റെ ആ ഒരു ഹൈറാർക്കി ഒരിക്കലും മാറാറില്ല. അത് എപ്പോഴും റിസർച്ച് തന്നെയാണ് മുകളിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അറ്റൻഷൻ, പെർസെപ്ഷൻ, അല്ലെങ്കിൽ ഇന്റലിജൻസ്, മെമ്മറി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് അവസാനം വരാറുള്ളത്. ക്വസ്റ്റ്യന്റെ ഒരു പ്രൊപ്പോർഷനിൽ മാറ്റം വരും എന്നല്ലാണ്ട് ടോപ്പിക്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല. എപ്പോഴും ഇത് തന്നെയാണ് പാറ്റേൺ. നമ്മൾ ഓവർ ദ 5 ഇയേഴ്സ് നോക്കിയിട്ടാണ് നമ്മുടെ JRF ക്ലബിലൊക്കെ ഡിസ്കഷൻസ് വരാറുള്ളത്. അതിന് ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. യെസ് യെസ്, PPT ഗ്രൂപ്പിൽ PDF ഫോമാറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്.